യു.ഡി.എഫ് ഭരിക്കുന്ന തൃക്കാക്കര നഗരസഭയിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നുവെന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ മറുപടിയില്ലാതെ ചെയർപേഴ്സൺ. എല്ലാറ്റിനും കണക്കുണ്ടെന്ന് അവകാശപ്പെട്ട ചെയർപേഴ്സൺ പക്ഷേ തെളിവുകൾ ഹാജരാക്കാൻ തയ്യാറായില്ല. നഗരസഭയുടെ 7.5 കോടി രൂപ കാണാനില്ലെന്ന കണ്ടെത്തൽ ശരിയല്ലെന്നും ഓഡിറ്റ് ഉദ്യോഗസ്ഥർക്ക് തെറ്റുപറ്റിയതാണെന്നുമാണ് ചെയർപേഴ്സൺ രാധാമണി പിള്ളയുടെ വിശദീകരണം. യു.ഡി.എഫ് ഭരിക്കുന്ന തൃക്കാക്കര നഗരസഭയിൽ കോടികളുടെ ക്രമക്കേട് നടന്നുവെന്നും നഗരസഭയുടെ അക്കൗണ്ടിൽ 7.5 കോടി രൂപ കാണാനില്ലെന്നുമുള്ള ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ചെയർപേഴ്സൺ രാധാമണി പിള്ള വിശദീകരണവുമായി രംഗത്തെത്തിയത്. 7.5 കോടി രൂപ കാണാനില്ലെന്ന കണ്ടെത്തൽ ശരിയല്ല. തങ്ങളുടെ പക്കൽ എല്ലാറ്റിൻ്റെയും കണക്കുണ്ട്. അത് ഓഡിറ്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയതുമാണ്. എന്നാൽ അവരത് അംഗീകരിച്ചില്ല. അത് അവരുടെ തെറ്റാണ്. ഇതായിരുന്നു ചെയർപേഴ്സൺ രാധാമണി പിള്ളയുടെ വിശദീകരണം. അംഗീകരിച്ചില്ല. എന്നാൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നുവെന്ന കണ്ടെത്തലിൽ തൃപ്തികരമായ വിശദീകരണം നൽകാൻ ചെയർപേഴ്സൺ ആയില്ല. വെള്ളപ്പേപ്പറിൽ ഒരേ കൈപ്പടയിൽ വ്യാജ വൗച്ചർ തയ്യാറാക്കി പണം തട്ടിയെന്നായിരുന്നു ആരോപണം. വിചിത്രമായ മറുപടിയായിരുന്നു ചെയർപേഴ്സൺ നൽകിയത്. അപേക്ഷ എഴുതുന്നതെല്ലാം ഒരാളുടെ കൈയക്ഷരത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ കസ്റ്റമേഴ്സ്, ആ കൈപ്പറ്റുന്ന ആള് അവരുടെ ഒപ്പുണ്ടോ എന്ന് നോക്കിയാൽ പോരെ. ഓരോ സബ് കമ്മിറ്റിയുടെയും തലവന്മാർ ഉദ്യോഗസ്ഥരാണ്. പക്ഷേ ഉദ്യോഗസ്ഥരാണ് ഫണ്ടൊക്കെ കൈകാര്യം ചെയ്യുന്നത്. മരിച്ചവരുടെ പേരിലും ക്ഷേമ പെൻഷൻ നൽകുന്നത് ചൂണ്ടിക്കാട്ടിയപ്പോൾ പറഞ്ഞ മറുപടി അതിലും വിചിത്രം. മരിച്ചുപോയവരുടെ വീട്ടിൽ പെൻഷൻ മേടിക്കണമെങ്കിൽ അതാ മരിച്ചുപോയവർ വന്ന് ഇവിടെ അറിയിക്കണ്ടേ? അവരുടെ ബന്ധുക്കൾ അറിയിക്കൂലേ? ബന്ധുക്കളില്ലേ? മരിച്ചുപോയവർ അറിയിക്കണ്ട, ബന്ധുക്കൾ വന്ന് അറിയിക്കണം. കൈരളി ന്യൂസ്, കൊച്ചി.